ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് ഒരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഒരു പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പഴംപൊരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് നമ്മൾ ഈ കടകളിലൊക്കെ കാണത്തില്ലേ, ഒരു പഴം എടുത്തിങ്ങനെ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നീളത്തിലുള്ള, അല്ലെ നമ്മൾ വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അതിപ്പം കടലമാവ് വെച്ചോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ചിലർ ദോശമാവ് വെച്ചോ ഒക്കെ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി എന്ന് പറയുന്നത് വളരെ ക്രിസ്പിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് വളരെയധികം ആകർഷിക്കുന്ന, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും ഒക്കെ നമുക്കൊരു അവർക്കൊരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു പഴംപൊരിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും പിന്നെ നമുക്ക് പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അതിനപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു ഇത്തിരി സുഖമില്ലായിരിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യിലൊരു പ്ലാസ്റ്റിക് കൂടെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു പഴമാണ് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇച്ചിരി വലിയ പഴമാണ്. അപ്പോൾ ഞാനതിൻ്റെ തൊലി കളയുവാണ്. തൊലി കളഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന്. അപ്പം ഞാനിത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ രണ്ട് വശവും ഒന്ന് കട്ട് ചെയ്യണം. അപ്പം നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വളവൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പഴം. ഇതിനെ നമ്മൾ രണ്ടായിട്ട് മുറിക്കുകയാണ്. ഇത് മാറ്റി വെക്കാം. രണ്ടായിട്ട് മുറിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ നടുവേ മുറിക്കുവാണ്. അതിനുശേഷം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, കിഴങ്ങ് വെച്ച്, ഉരുളക്കിഴങ്ങ് വെച്ച്, അതേ രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രീതിയിൽ മുറിക്കുന്നത്. ഇതിപ്പം നമുക്ക് ഇങ്ങനെ നീളത്തിൽ മുറിക്കാനുള്ള കണ്ടോ, ഈ രീതിയിലാണ് കിട്ടുന്നത്. മറ്റേ കഷ്ണവും മുറിക്കുവാണ്. ഒരു പീസ് മുറിക്കുമ്പോൾ തന്നെ 3 എണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ പഴമാണെങ്കിൽ നമുക്ക് 3ഉം 4ഉം ഒക്കെ ആയിട്ട് മുറിക്കാം. ഇതാണ് നമ്മൾ വെറൈറ്റി എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മുടെ കുറച്ച് സ്റ്റിക്കുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ടൂത്ത് പിക്കൊക്കെ മേടിക്കത്തില്ലേ, അതിൻ്റെ വലിയ ഇതാണ്. ഇത് നമുക്ക് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് മേടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുക്കാം. എന്നിട്ട് ഓരോ പഴവും നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കിലോട്ടാക്കാം കണ്ടോ. ഓരോന്നും ഇങ്ങനെ ഈ അറ്റം വരെ ഇങ്ങനെ കയറ്റണം. ഇതിങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര സന്തോഷമായിരിക്കും. തന്നെയല്ല ഒരു വെറൈറ്റി നമ്മുടെ പഴംപൊരിയാണ്. സത്യത്തിൽ എനിക്കിത് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ചെയ്യും നമ്മൾ സാധാരണയിൽ നിന്ന് ഒരു വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് മൊത്തം ഇങ്ങനെ ആക്കി വെക്കാം, അല്ലെങ്കിൽ വീഡിയോ അങ്ങ് ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇനി വീണ്ടും ഉണ്ടാക്കാം. ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്ററി നമുക്ക് റെഡിയാക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുവാണ്. ഒരു മുട്ട നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ പാലൊഴിച്ച് കൊടുക്കണം.
ഒരു 1/4 കപ്പ് പാല് മതി. ഞാനിപ്പോൾ അരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കത് അനുസരിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു നുള്ള ഉപ്പാണ്. ഉപ്പ് അധികം വേണ്ട. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമ്മൾ യോജിപ്പിക്കണം. നമുക്ക് ഇതിനകത്ത് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചർ ഇതിലുള്ള പാൽ വേണം എടുക്കാനായിട്ട്. വെള്ളം കൂടുവാണെങ്കിൽ നമുക്ക് മൈദയും ഇട്ട് കൊടുക്കാം. ഇത്തിരി കൂടി പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം എല്ലാം കൂടി. ഈ തിക്നെസ്സിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കാൻ. കണ്ട, ഇങ്ങനെ വീഴുന്ന രീതിയിലുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടുന്നു തോന്നിയാൽ ഞാൻ പറഞ്ഞായിരുന്നു മൈദ ചേർക്കാം എന്നുള്ളത്. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടിത് മിക്സായി. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഒരു 4 ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. അപ്പം ഞാനത് 4 ബ്രെഡ് എടുത്ത് നമുക്ക് മിക്സിയിൽ പൊടിച്ചുകൊണ്ട് വരാം. ഇതാണ് ഞാൻ എടുത്ത 4 ബ്രെഡ്. കണ്ട, ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ബ്രെഡ് പൊടി. ഒട്ടും ഇങ്ങനെ കട്ടയില്ലാതെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഒരു പരന്ന പാത്രമാണ് എടുക്കേണ്ടത്. അതിലേക്ക് പഴം മുങ്ങി നിൽക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പഴം ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടത്തില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിയിൽ ഓരോ പഴവും മുക്കി നന്നായിട്ട് അതിനെ കവർ ചെയ്യണം. പാനിലെ എണ്ണ നന്നായിട്ട് ചൂടാകണം. അപ്പോൾ ഇത് ചൂടാകുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ സ്റ്റിക്കിൽ കോർത്ത പഴം ഈ ബാറ്ററിയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അത് എല്ലാ നമ്മുടെ സ്റ്റിക്കുകളും ഈ ബാറ്ററിയിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം വേണം നമുക്ക് ബ്രെഡിൽ മുക്കി ഇതിനകത്തേക്ക് പൊരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഒരു പഴമാണ് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഏകദേശം 12 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ആ വലിപ്പത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം വേണം ഈ എണ്ണയിലിട്ട് ഇത് മുക്കി പൊരിക്കാനായിട്ട്. ഇത് നമുക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോഴും നമുക്കൊരു ഒരു സ്നാക്കിൻ്റെ ഐറ്റമായിട്ട് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ ബാറ്ററിക്ക് നല്ല ടേസ്റ്റാണ്. കാരണം മുട്ടയും പാലും പഞ്ചസാരയും അങ്ങനെ എല്ലാം കൂടി ചേർന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. ഇനി ഇത് നമുക്ക് ആ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് നന്നായിട്ട് കവർ ചെയ്യണം. അത് നമ്മൾ കൈകൊണ്ടൊന്ന് ഇങ്ങനെ അമുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് അപ്പോഴത്തേനും നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധിക സമയമൊന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ബാറ്ററിയിൽ വെള്ളം അധികം ആവരുത്. വെള്ളം അധികമായാൽ ഇതിൽ പിടിക്കത്തില്ല. അങ്ങനെ അധികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത് തന്നെ നല്ലതാണ്, മൈദാപ്പൊടി. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി. ഇനി ഇത് ഓരോന്നും ബ്രെഡിലിങ്ങനെ മുക്കിയിട്ട് എണ്ണയ്ക്കകത്തേക്കിട്ട് പൊരിക്കാവുന്നതാണ്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. മറ്റ് സസ്യ എണ്ണകൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് നമുക്ക് പൊരിച്ചെടുക്കണം. എണ്ണ നന്നായി ചൂടായ ശേഷം പിന്നെ തീയുടെ അതൊന്ന് സിമ്മിലാക്കണം. കാരണം ഉയർന്ന തീയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രെഡല്ലേ അങ്ങ് കരിഞ്ഞു പോകും.